അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന്റെ പ്രസംഗത്തിൽ സുപ്രീംകോടതി വിശദീകരണം തേടി. വിശ്വ ഹിന്ദു പരിഷത്ത് പരിപാടിയിൽ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് നടത്തിയ പരാമർശത്തിലാണ് കോടതി റിപ്പോർട്ട് തേടിയത്. അതേസമയം ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം കൊണ്ടുവരുമെന്ന് മുതിർന്ന അഭിഭാഷകനും എംപിയുമായ കപിൽ സിബൽ പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്ത് അലഹബാദിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹൈക്കോടതി ജഡ്ജ് ശേഖർ കുമാർ യാദവ് വിവാദ പ്രസംഗം നടത്തിയത്. ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് ഈ രാജ്യം ഭരിക്കപ്പെടേണ്ടത്. അത് സംഭവിക്കുകയാണ്. രാജ്യത്ത് ഏക സിവിൽ കോഡ് ഉടൻ യാഥാർത്ഥ്യമാകും, ജഡ്ജ് പറഞ്ഞു. പരാമർശത്തിൽ അലഹബാദ് ഹൈക്കോടതിയോട് വിശദീകരണം തേടിയിരിക്കുകയാണിപ്പോൾ സുപ്രീം കോടതി. റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. അതേസമയം വിവാദത്തിൽ പ്രതികരിച്ച് മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ എംപിയുമായ കപിൽ സിബൽ രംഗത്തെത്തി. രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനയാണ് ജഡ്ജി യാദവ് നടത്തിയത്. രാഷ്ട്രീയക്കാർ പോലും ഇത്തരം പരാമർശങ്ങൾ നടത്താറില്ല, കപിൽ സിബൽ പറഞ്ഞു. ഇത്തരം പരാമർശം നടത്തുന്നവർ രാജിവെച്ച് BJP-യിൽ ചേരുകയും പിന്നീട് MP ആയി വരികയും ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് നടക്കുന്നത് ഇതാണ്, കപിൽ സിബൽ വിമർശിച്ചു. യാദവിനെതിരെ സുപ്രീം കോടതി കർശന നടപടിയെടുക്കണമെന്നും കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്ന് യാദവിനെ വിലക്കണമെന്നും കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഇന്ത്യ സഖ്യ പാർട്ടികളുടെ പിന്തുണയോടെ ജഡ്ജിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുമെന്ന് സിബൽ വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.